ഹലോ അസ്സലാമലൈക്കും. ഒരു മന്തി കഴിക്കാൻ പോയാലോ? കുറേ ആയിട്ടോ മന്തി കഴിച്ചിട്ട്. അപ്പം ഇന്നൊരു മന്തി കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം. പിന്നെ ഈ റീൽസ് ഇങ്ങനെ തോണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അൽറീം മന്തി, ഇത് ഇവിടെ ഉണ്ട്, ഇപ്പം നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള അൽറീം മന്തി കഴിക്കാൻ പോകാമെന്ന് തന്നെ വിചാരിച്ചു. അടിപൊളി പ്ലേസൊക്കെ കേട്ടോ, നല്ല ആംബിയൻസൊക്കെ ആയിട്ട് അടിപൊളി. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പോയി ഞങ്ങൾ വാഷൊക്കെ ചെയ്തു, ഓർഡർ ചെയ്തു. അപ്പോൾ അവിടുത്തെ വെറൈറ്റി എന്താ, മസാല മന്തി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താ ഷവായ ആണ്, മസാല ഷവായ മന്തി അങ്ങനെയാണെന്ന്. പക്ഷേ ഷവായ അല്ല, മസാല മന്തി. മന്തി ഏതായാലും നോക്കല്ലോ, കാരണം പൂതിയായി പോയി കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുമെന്നാണല്ലോ. അങ്ങനെ ഉപ്പയും മോനും കൈ കഴുകാനോ ബാത്റൂമിൽ പോകാൻ വേണ്ടി പോയ ടൈമിൽ ഞാനും മോളും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. എന്തായാലും മന്തിക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്ലേറ്റ് വന്നു, സാലഡ് വന്നു, മയോനൈസ്, പിന്നെ തക്കാളി ചമ്മന്തി. എന്താ ചട്നി, എനിക്കിഷ്ടമില്ല കേട്ടോ. ഇതാണ് കേട്ടോ മസാല മന്തി. ഇത് എനിക്ക് തോന്നുന്നത് ഫ്രൈ ചെയ്ത പോലെയല്ല, അൽഫാമും അല്ല, സാധാ കുഴിമന്തിയിൽ അതിൻ്റെ എന്തോ മസാല തേച്ചതാണ്. മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മയോനൈസും മന്തി റൈസും പിന്നെ നമ്മുടെ ചിക്കൻ പീസും കുറച്ച് സാലഡും എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് അങ്ങനെ അങ്ങോട്ട് കുറച്ച് മയോനൈസ് എടുത്ത് പിന്നെ നമ്മുടെ മസാലയും കഷ്ണം ചിക്കനൊക്കെ എടുത്ത് കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിച്ചു. എന്താ പൂതി വെച്ച് പോകുമ്പോൾ ഒന്ന് കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നറിയല്ലോ. പിന്നെ ലാസ്റ്റ് 7up, ഇത് നിർബന്ധമാണ്. പക്ഷെ എന്തോ ഒരു ഗ്ലാസ് ഒന്നും കുടിക്കില്ല കേട്ടോ, ഞാൻ അര ഗ്ലാസ്. അത് തന്നെ ഒരു എന്തോ അത്ര ഓവർ കുടിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ കുടിക്കുകയും ചെയ്യും, ഇല്ല എന്ന് പറയില്ല. എന്തായാലും മന്തി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ, ഉച്ചക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഈവനിങ് ആണ് ഞങ്ങൾ മന്തി കഴിക്കാൻ പോയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നൈറ്റും വേണ്ട, നേരെ ഒന്ന് ബീച്ചിലൊന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക, നേരെ വീട്ടിൽ പോകാൻ ഉറങ്ങുക. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്ന് നല്ല അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. അതിൽ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് സ്ലോ മോഷനിലാക്കാനെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഉപ്പൻ്റെയും മോൻ്റെതൊക്കെ എടുത്ത്. ആ ടൈമിൽ ഒരാളവിടെ വീണു, കാല് പൊട്ടി, അത് പിണങ്ങി അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഓടുമ്പോഴേ ഞങ്ങൾ പറയുന്നുണ്ട് വീഴുന്നു. അപ്പോഴൊക്കെ നല്ല മഴക്കാറ് വന്നിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം വിട്ടു വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ പോയി കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.